നമ്മളിന്ന് വീണ്ടും വചനത്തിൽ നിന്ന് ചിന്തിക്കുന്നത് 17-ാം സങ്കീർത്തനം. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ്. യഹോവേ, ന്യായത്തെ കേൾക്കണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായത്തെ കേൾക്കണം. ദൈവം ന്യായത്തെ കേൾക്കുന്നവനാണ്. ദൈവം ന്യായത്തെ കേൾക്കുന്നവനെന്ന് പറഞ്ഞാൽ ഏത് ന്യായത്തെ കേൾക്കണം? എല്ലാവർക്കും അവരവരുടേതായ ന്യായവും. ദാവീദിൻ്റെ ന്യായം, എൻ്റെ കർത്താവേ, എൻ്റെ ബന്ധുവായിരുന്നവനോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവന് നന്മയല്ലാതെ ഞാൻ തിന്മയൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ അവൻ എന്നെ കൊല്ലാൻ നടക്കുന്നത്? ഇതിങ്ങനെ നടക്കും. ഇനി ശൗലിൻ്റെ ന്യായം എന്താ? അവൻ മരണയോഗ്യനാണ്. ഒരു ദിവസം ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ രാജാവിനെ അനുസരിക്കാതെ നടക്കുന്നവനാണ്. അത് അവൻ്റെ ന്യായം. വേറൊരു ന്യായം ഇതാ, അവരെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് നാഴിക വരുന്നു. അത് ന്യായമാണ്. ദൈവത്തിൻ്റെ ജനത്തെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. ഞങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ലെന്ന്, പിന്നെ എന്തിനാ ദൈവത്തിന് വഴിപാട് കഴിക്കുക? അവനെ കൊല്ലുക, ഒരു വിശ്വാസിയെ കൊല്ലുക. എന്ത് ചെയ്യും? സ്തെഫാനോസിനെ കൊല്ലുമ്പോഴത്തേക്കും ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് നടക്കുന്ന യഹൂദൻ അവനെ കൊല്ലേണ്ടവനാ. ശൗലിൻ്റെ ന്യായം അതാ. എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പറ്റും? അവർ ധരിച്ചിരിക്കുന്നതാ. നാബാലിൻ്റെ ന്യായമാണ്. എന്താണ് നാബാലിൻ്റെ ന്യായം? യജമാനന്മാരെ വിട്ടുപോകുന്ന ദാസന്മാരെ പോലെ ഒരുപാട് പേരുണ്ട് ഇപ്പം ഈ കാലത്ത്. അതിലൊരാളാണ് ദാവീദ്. അത് അവൻ്റെ ന്യായം. ശൗലിൻ്റെ ന്യായം എന്താ? എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുമ്പോൾ യാഗം കഴിക്കാൻ താമസിക്കുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് പിരിഞ്ഞു പോയി. എല്ലാവരും പോകുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ യാഗം കഴിച്ചു. ഇപ്പം എന്നെ തെറ്റിയിരിക്കുന്നത്. അത് അവൻ്റെ ന്യായം. കർത്താവിന് സ്തോത്രം. അയ്യോ, ഈ ലോകം മുഴുവനും പറയുന്നത്, ദുഷ്ടം പറയുന്നത് അവൻ്റെ ന്യായമാണ്. യൂദാ പറയുന്നത് എന്താ? ദ്രോഹിയായി തീർന്ന യൂദാ പറയുന്ന ന്യായം എന്താ? ഞാൻ ഒറ്റുകൊടുത്ത് ഈ ഇത്രയും മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശു, ഞാൻ ഒറ്റുകൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവനെ കൊല്ലാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ കൊടുത്ത് കാശ് കയ്യിലിരിക്കുകയും ചെയ്യും, വെള്ളിക്കാശ് കയ്യിലിരിക്കുകയും ചെയ്യും, അവൻ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും. അത് അവൻ്റെ ന്യായം. അയ്യോ, ഇങ്ങനെയല്ല. ലോകം മുഴുവനും ന്യായമാണ്. അവർ പറയുന്നതൊക്കെ ന്യായമാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം കേൾക്കുന്ന ന്യായം വേണം. ദൈവം കേൾക്കുന്ന ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വചനത്തിൽ എഴുതിയിരിക്കുന്ന മതിയോ? വചനത്തിൽ എഴുതിയിരിക്കുന്ന ന്യായം ആര് കണ്ടെത്തും? കർത്താവിന് മേശയൊരുക്കാനായിട്ട്, പെസഹ ഒരുക്കാനായിട്ട് ചെന്നപ്പോൾ ശമര്യക്കാർ സമ്മതിച്ചില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ദാസനെ അംഗീകരിക്കാതെ വന്നപ്പോൾ ആകാശത്ത് തീ ഇറങ്ങി ദഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പത്രോസ് പറഞ്ഞ് ഞങ്ങൾ ഇവരെ തീ ഇറങ്ങി അങ്ങ് ദഹിപ്പിക്കട്ടെ. അത് പൗലോസിൻ്റെ ന്യായം. അത് വചനത്തിനുള്ളതാ. പിന്നെ ഏത് ന്യായമാണ്? അവിടെയാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ ന്യായത്തിൽ നടത്തുന്നു. എന്തിനാൽ? തൻ്റെ ആത്മാവിനാൽ. ഏതാത്മാവിൽ? ഓരോ കാലഘട്ടത്തിലുള്ള ദൈവം അയക്കുന്ന ആത്മാവിനാൽ. ഈ കാലഘട്ടത്തിൽ ഏതാ? യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സഭയെ നടത്തുന്നത്. ആ പരിശുദ്ധാത്മാവ് ഓരോ മനുഷ്യനും ന്യായബോധം കൊടുത്തിട്ടുണ്ട്. ക്രൂശിൻ്റെ വചനപ്രകാരമുള്ള ന്യായബോധം കൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പരിശുദ്ധാത്മാവിനാൽ, ക്രൂശിൻ്റെ വചനത്താൽ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന ന്യായമാണ് അവരിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടത്.
അല്ലാതെ അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതല്ല. പിന്നെയോ, ദൈവം കേൾക്കുന്ന ന്യായം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനുള്ളതായിരിക്കണം. അത് കർത്താവിന്റെ നാമത്തിലുള്ള ആത്മാവിനാൽ ക്രൂശിന്റെ വചനപ്രകാരമുള്ള ന്യായം നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരുന്നെങ്കിൽ അത് കേൾക്കാൻ ദൈവം ബാധ്യസ്ഥനാണ്. അതിന് മറുപടി തരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമായി യഹോവേ ന്യായത്തെ കേൾക്കണമേ, കപടമില്ലാത്ത അധരങ്ങൾ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണം. നമ്മിൽ നിന്നുള്ള കപടം പുറപ്പെട്ടു വരാതെ വേണം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം ന്യായത്തോടെ ദൈവത്തോട് അപേക്ഷിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം.